ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു കുട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങളൊരു ചെറിയ യാത്ര പോവുകയാണ്. ഒരു ചെറിയ സ്റ്റേക്കേഷൻ, ഒരു കുട്ടി സ്റ്റേക്കേഷൻ, ഒരു 2 ഡേയ്സിൻ്റെ സ്റ്റേക്കേഷൻ, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല മഴയാണ്. മഴ പെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ട്രിപ്പ് പോയേക്കാം. അങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഇത് നമ്മൾ പ്ലാനിങ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ പോകണം, എന്ത് പോകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചാണ്. പോകാൻ തീരുമാനിച്ചു, റെഡിയായി, അങ്ങനെ പോവാണ് കേട്ടോ. പോകാനിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ തോർന്നു, എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെറ്റുണ്ട്, ഡോഗിനെ കൊണ്ടുവന്ന് ബോർഡിങ്ങിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പോയിട്ട് നമ്മൾ കുറച്ച് ദൂരം എത്തി. ഇപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കിന് കുറച്ച് ദാഹിച്ചപ്പോൾ ഇറങ്ങി വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങി. അപ്പം ജ്യൂസ് കടയിലൊന്നും കയറാൻ നിന്നില്ല. വഴിയിൽ കരിക്ക് കണ്ടപ്പം കരിക്ക് നിർത്തി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരിക്കൊക്കെ മേടിച്ച് തന്നു ചേട്ടൻ. അങ്ങനെ കരിക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു മാക്സിമം നോക്കിയാൽ ഒരു 40 കിലോമീറ്റർ 45 കിലോമീറ്റർ എന്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. കറക്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കി അറിയാൻ പറ്റും. നമുക്കൊരു റീച്ചബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഞങ്ങളീ പോകുന്നത്. അനന്ത്യ ലേക്ക് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടാണ്. റിസോർട്ട് എന്ന് പറയാം, 4 സ്റ്റാർ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റിസോർട്ടാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവുകയാണ്. 2 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തൽക്കാലം. അപ്പോൾ നമ്മളീ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാര്യം നമ്മൾ സിറ്റി വിട്ടിട്ട് കുറച്ചങ്ങ് അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ കാണുന്നതൊക്കെ ഭയങ്കര ഭംഗിയുള്ള പ്രോപ്പർട്ടീസാണ്. അത് ഭയങ്കര രസമാണ്. ചുറ്റും 2 സൈഡും കാണാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പം നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോവാണ്. എന്നുവെച്ചാൽ വഴി നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിരിക്കുകയാണ്. അത് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു 11 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതിനിടയിൽ ലഞ്ച് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ലഞ്ച് കഴിക്കണം, ലഞ്ച് കഴിച്ചിട്ട് വേണം കയറാനെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അറിയില്ല, കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്കിന് അവിടെ എത്തിയിട്ട് കഴിക്കാമെന്നാണോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് കഴിക്കാമെന്നാണോ എന്താണെന്ന് അറിയില്ല. അത് അപ്പോഴത്തെ പോലെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, 2 സൈഡും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. നമ്മളാ പോകുന്ന വഴിയാണിത്. ഇത് ഏകദേശം നമ്മുടെ നെട്ട തൃപ്പരപ്പൊക്കെ പോകുന്ന റോഡാണ്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഒരു ലേക്കിനോട് ചേർന്നിരിക്കുന്ന, നമ്മുടെ നെട്ട ഡാം അതിനോട് ചേർന്നിരിക്കുന്ന ലേക്ക്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു സ്ഥലമാണ്. എന്തായാലും നമ്മൾ ഈ പുറം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണില്ലേ 2 സൈഡിലും മറ്റേ വെള്ളവും പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള. സ്വിറ്റ്സർലൻഡിലൊക്കെയാണ് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ, ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളവിടെ ഇതാണ് അനന്ത്യ റിസോർട്ട്, അനന്ത്യ ലേക്ക് റിസോർട്ട് എന്നാണ്. ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടുന്ന പ്രോപ്പർട്ടിയാണ്. എല്ലാവർക്കും വരാൻ പറ്റുന്ന വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് എത്തി. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ. കാര്യം നമുക്ക് ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് എത്തി. നമ്മൾ വീട്ടിൽ നേരത്തെ ഇറങ്ങിയെങ്കിലും നമ്മൾ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പെട്ടെന്ന് എത്തി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ റിസപ്ഷൻ തന്നെ കാണാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആംബിയൻസാണ്. നമ്മൾ കയറി വരുന്ന വഴി ആയിക്കോട്ടെ, അല്ലാതുള്ള ഒരു റിസപ്ഷനിലോട്ടുള്ള എൻട്രൻസ് ആയിക്കോട്ടെ, എല്ലാം അവിടുത്തെ ഓരോ കാര്യങ്ങളും കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര ഒരു റിലീഫ് തരുന്ന അറ്റ്മോസ്ഫിയറാണ് അവിടെ കൂടുതലും. അപ്പോൾ അങ്ങനെ ചെന്നു. ചെക്കിൻ്റെ ടൈം ആയിട്ടില്ല. ബാക്കി നമ്മളെപ്പോലുള്ള ബാക്കി ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ആ ദിവസം ചെക്കിൻ ആവാനുള്ള എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നിന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ലഞ്ച് കഴിച്ചില്ല നമ്മൾ. അപ്പം എന്തായാലും പുറത്ത് പോയി കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ആദ്യം ഇരുന്നത്. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. എന്തായാലും വന്നില്ലേ, നമുക്ക് സമയമുണ്ട്, ചെക്കിൻ ആവാനുള്ള സമയമുണ്ട്. അപ്പം ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അവിടുത്തെ ബാക്കി ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവർ ബഗ്ഗി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബഗ്ഗിയിൽ നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനായിട്ടുണ്ട്. കാര്യം അതുപോലത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിൽ അവർ ബഗ്ഗിയിലാണ് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുകയും വരികയൊക്കെ ചെയ്യുന്നത്.
ബഗ്ഗിയിലാണ്. അപ്പം നമ്മളെയും റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബഗ്ഗി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ബഗ്ഗി വന്നു, നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ എന്താ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോർട്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അനന്ത്യ ലേക്ക് റിസോർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അവരുടെ ഓരോ കാറ്റഗറി ആണെങ്കിലും നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ പോയ സമയത്ത് ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു, എന്നിട്ടും നമുക്ക് നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ റെസ്റ്റോറൻ്റ് ആയാലും ആ ഒരു ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അവർ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റേറ്റാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ അത് വർത്താണ്, നമുക്ക് നമ്മളാ കൊടുക്കുന്ന ക്യാഷ് വർത്താണ്. നല്ല ഫുഡാണ്. നല്ല ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും തമിഴ്നാട് പോലത്തെ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് നല്ല ഫുഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ മോശമാണ്. അവിടുത്തെ ഫുഡ് ഭയങ്കര ക്വാളിറ്റി ഭയങ്കരമായിട്ട് പലപ്പോഴും എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടുത്തെ ഫുഡിൽ കഴിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ കേരളത്തിലുള്ളവർക്കും തമിഴ്നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള മിക്സഡ് ആയിട്ടുള്ള ഫുഡ്, നല്ല അടിപൊളി ഫുഡാണ്. അടിപൊളി ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിയാണ്. ഫുഡെല്ലാം നല്ല ടേസ്റ്റിയാണ്, നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു. ഞാനൊക്കെ ആണെങ്കിൽ ബിരിയാണീസ് ഒന്നും എൻ്റെ ഒരു ടൈപ്പ് ഫുഡേ അല്ല ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ വളരെ റെയറായിട്ട് മാത്രം കഴിക്കുന്നൊരു സാധനമാണത്, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. പക്ഷേ അവിടുത്തെ ബിരിയാണി ഞാൻ കഴിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും ഓർഡർ ചെയ്ത് കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൂടെ കാണിച്ചു തരാം. ഹലോ, അപ്പം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ റിസോർട്ടാണ് കേട്ടോ. റിസോർട്ടിൻ്റെ പേര് വരുന്നത് അനന്ത്യ റിസോർട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കാണാമോ? നമുക്ക് ചക്രയാണ്, നമ്മളിവിടെയാണ് നമ്മുടെ സ്റ്റേ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല ചൂട്, നല്ല വെയിൽ, പക്ഷെ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. എനിക്ക് രസമാണ്. അവിടെ പോകുന്ന എൻ്റെ മോള് കണ്ടപ്പോൾ ചേട്ടൻ മുന്നേ പോയി. നമ്മൾ റിസപ്ഷനിലോട്ട് പോവാണ്. റിസപ്ഷനിൽ പോയിട്ട് ബഗ്ഗി വരുമെന്ന് പറഞ്ഞു, പക്ഷെ കണ്ടില്ല. അപ്പം നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കുവാണ്. എന്തോ ഒരു സ്മെല്ലല്ലേ അമ്മോ. ഇവിടെ അടിപൊളി ലേക്കൊക്കെ ഉണ്ട്. ഈവനിങ് ലേക്കിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. നല്ല ലേക്കാണ്, അടിപൊളിയാണ്. ഭയങ്കര രസമുള്ള പ്രോപ്പർട്ടി കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണേ. നെട്ട കഴിഞ്ഞിട്ട് നമ്മുടെ തൃപ്പരപ്പൊക്കെ പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ്. നല്ലൊരു പ്രോപ്പർട്ടി, നമുക്കടുത്ത് വളരെ ആക്സസിബിളായിട്ട് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഭയങ്കര രസമുണ്ട്. തണലാണെങ്കിലും മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും വെയിൽ ചൂടടിക്കുന്നു. ഭയങ്കര ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട്. നടന്ന ശീലമില്ലാത്തതുകൊണ്ട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. എന്താ അല്ലേ? ഹോയ്, ഇനി വീണ്ടും തിരിച്ച് ഈ വഴിക്ക് തന്നെ വരണമല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. നടക്കണ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓക്കെ, ഞാൻ റൂമിലെത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിലെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാര്യം ഈ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുമ്പോഴത്തേക്കിന് ഏകദേശം 1 hour വരുന്നുണ്ട്. അപ്പോൾ ഞാനത് എല്ലാം കൂടെ ചുരുക്കി ഇപ്പോൾ കുറച്ച് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.